നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. പ്രത്യേകിച്ച് കാരണം എക്സ്ക്യൂസ് ഒന്നും പറയണില്ല. നല്ല ശുദ്ധ മടിയായിരുന്നു. ആദ്യം കുറച്ച് തിരക്കുകൾ വന്നിട്ട് ഇത്തിരി ഡിലേ വന്നു. പിന്നെ അത് മടിയായി മാറി. അങ്ങനെ കുറച്ചധികം ഗ്യാപ്പായിട്ടാ. അപ്പോൾ ചില റെസിപ്പികളൊക്കെ ഇടോ എന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഇത്രയും വൈകിപ്പിച്ചതിന് കേട്ടോ. അപ്പം ഇനി കഴിഞ്ഞ തവണയും ഞാൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു ഇനി ഇങ്ങനെ ഗ്യാപ്പൊന്നും വരാണ്ട് വീഡിയോ ഇടാം, ഇങ്ങനെ ഇത്രയും നീണ്ടു പോവില്ല എന്നൊക്കെ വാക്ക് തന്നിട്ട് വീണ്ടും ഞാൻ ഗ്യാപ്പ് വരുത്തി. അപ്പം ഇനി ഞാൻ പറയണില്ല, പരമാവധി ഞാൻ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. ഇടയ്ക്ക് ചെറിയ മടി വരുന്നുണ്ട്, സംഭവം ശരിയാണ്. അപ്പം ഞാൻ ഇപ്പം അടുത്തിടെ കുറച്ച് കേക്കിൻ്റെ വീഡിയോസുകളൊക്കെ കണ്ടപ്പോഴേ അവരൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ആ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നമുക്കൊരു ചെറുതായിട്ടെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൂടെ എന്നുള്ളൊരു ഉൾവിളി വന്നു. എന്നാൽ പിന്നെ ആദ്യം ചെയ്തു തുടങ്ങാൻ കരുതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത് എന്നോട് അന്നൊക്കെ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് ഒരു 2-3 പേരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് തീരെ കേക്കിനെ കുറിച്ച് അറിയില്ല, ഇപ്പോൾ കേക്ക് എന്തൊക്കെയാണ്, ഒരു കേക്ക് ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ എന്താണ് മേടിക്കേണ്ടത്, ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു കേക്ക് ഉണ്ടാക്കാനാണ്, അപ്പോൾ അതിന് ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് മേടിക്കേണ്ടത് എന്നുള്ളത് 2-3 പേര് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം വീണ്ടും കേക്കിൻ്റെ വീഡിയോസ് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ ഒരു വീഡിയോ എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതെല്ലായിടത്തും നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ സെയിൽ ചെയ്യാനല്ല, നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ആ ഒരു ആഗ്രഹം കൊണ്ട് കേക്കിൻ്റെ ഇത് തുടങ്ങണം എന്നുള്ളൊരു ആൾക്കാർക്ക് ഇത്രയും ഈ കാണുന്ന സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ ഇനിയും നിരത്തി വെക്കാനുണ്ട്. നമ്മൾ സെയിൽ ചെയ്യാനായിട്ടാണ് ഇത്രയും പേർക്ക് സാധനങ്ങളൊക്കെ പലപ്പോഴായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. ഇപ്പോൾ വെറുതെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആകെ മെയിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക അളവ് കപ്പുകളും പിന്നെ ബീറ്റർ ഇല്ലാതെ മിക്സിയിലൊക്കെ ചെയ്യാം, ഇല്ലയെന്ന് പറയണില്ല. പക്ഷേ ഈ തുടക്കക്കാരെ സംബന്ധിച്ചേ ആ സ്പോഞ്ച് നല്ല സ്പോഞ്ചായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്റർ ഒരു ഹെൽപ്പാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ബീറ്റർ പറയുന്നത്. അതല്ല മിക്സിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്ററും കട്ട് ചെയ്യാം. അളവ് കപ്പ് മാത്രം ഞാൻ കട്ട് ചെയ്യാൻ പറയില്ല. കാരണം കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്തായാലും നമ്മൾ കുറച്ച് കാശ് മുടക്കുമല്ലോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ആദ്യം അതിൽ മേടിക്കേണ്ടത് അളവ് കപ്പാണെന്ന് ഞാൻ പറയും. ഫസ്റ്റ് പ്രയോറിറ്റി ഇതിനാണ്. കാരണം കേക്കിന് അളവ് വളരെ മസ്റ്റാണ്. ഇനിയിപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇതിനൊക്കെ നമുക്ക് ഈ സ്പൂൺ കണക്കുകളും അതുപോലെ കപ്പ് കണക്ക് ഇതിനാണെങ്കിൽ വലിയ റേറ്റും വരുന്നില്ല. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഞാൻ ആദ്യം മേടിച്ചത് ഇത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പല മോഡലിൽ കിട്ടും. നമുക്ക് കോപ്പറിൻ്റെ, സിൽവറിൻ്റെ തൊട്ടൊക്കെ പല മോഡലിൽ പല റേറ്റിൻ്റെ നല്ല വിലയുടെ ഐറ്റംസുകളൊക്കെ ഇപ്പോൾ കിട്ടും. ഇത് ഏറ്റവും വില കുറവില്ല പ്ലാസ്റ്റിക്കിൻ്റെയാണ്. നമുക്ക് പൊടികൾ മെഷർ ചെയ്യാനാണല്ലോ ഉപയോഗിക്കുന്നത്, മെഷർമെൻറ്റ് കറക്റ്റ് ആയാൽ മതി. അപ്പം ഇങ്ങനെ ഒരു സംഭവമെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. പിന്നെ ഞാൻ വന്ന ഒരു ഇതാണല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ, എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ എനിക്ക് പറയാൻ പറ്റുക. അപ്പം അങ്ങനെ നോക്കുമ്പോഴും അളവ് കപ്പ് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് തോന്നിയിരുന്നു. പിന്നെ തുടക്കത്തിലൊന്നും ഞാനും ബീറ്റർ യൂസ് ചെയ്തിരുന്നില്ല, ഇതുപോലെ മിക്സിയിൽ തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെയാണ് എന്നാൽ ബീറ്റർ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റായി ചെയ്തു തുടങ്ങിയപ്പോൾ. അങ്ങനെ ചെയ്യണതൊക്കെ ഒരു പെർഫെക്ഷനിൽ വന്നു തുടങ്ങിയെന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് സെയിൽ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ എന്തായാലും മിക്സിയിൽ ഇട്ടിട്ടുള്ള പരീക്ഷണമൊന്നും വേണ്ട, ബീറ്റർ വാങ്ങിക്കാം. ഇപ്പോഴൊക്കെ ബീറ്ററിന് വളരെ റേറ്റ് കുറവിന് ബീറ്റർ കിട്ടുന്നുണ്ട്. 500 ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബീറ്റർ ഞാൻ മേടിച്ചു. അപ്പോൾ ഇപ്പോൾ ബീറ്റർ ഞാൻ ഒരു 2-3-4 കൊല്ലം ഞാൻ ഇപ്പോൾ ഈ കേക്കിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ട് ബീറ്ററുകൾ ഇങ്ങനെ മാറി ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ബീറ്ററാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഈ 2 സംഭവം മതി നമുക്കൊരു കേക്ക് ഉണ്ടാക്കാൻ എന്ന് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളത് മിക്സിംഗ് ബൗളുകളുണ്ട്, ഇത് മോൾഡ് ഉണ്ട്, ബട്ടർ പേപ്പർ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു കേക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഞാൻ ഇതിലിപ്പോൾ മൈദ, മുട്ട ഇതൊന്നും ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊന്നും നമ്മളിപ്പോൾ കാണിക്കില്ല. അത് എന്തായാലും നമുക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ്. ക്രീം കേക്ക്, ക്രീം അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഈ ഉപകരണങ്ങൾ സാധനങ്ങളാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ കുറച്ച് കാശ് മുടക്കാൻ തയ്യാറാണ്, കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മേടിക്കാം അതാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബീറ്റർ
ബീറ്റർ ഒരെണ്ണം മേടിക്കുക. അതിപ്പോൾ ചെറിയ രീതിയിലൊക്കെ തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ റേറ്റിൻ്റെ ഒന്നും മേടിക്കണമെന്നില്ല. പിന്നെ ഇപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു തവണ വാങ്ങിച്ചാൽ കുറച്ച് നാളത്തേക്ക് തന്നെയുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നല്ലത് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മേടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബീറ്ററൊക്കെ നോക്കി മേടിക്കാം കേട്ടോ. അപ്പോൾ ബീറ്റർ ആണ് ആദ്യം ഞാൻ പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ അളവ് കപ്പ് നമുക്ക് മസ്റ്റാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബ് നോക്കി പഠിക്കുന്നവരുണ്ടാവും, ഭൂരിഭാഗം പേര് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ ഓരോ അളവ് പറയും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന അളവ് കപ്പാണിത്, 250 ml മെഷറിംഗ് കപ്പ്. ഒരുവിധം കേക്കുകളെല്ലാം നമ്മൾ ഈ 250 ml കപ്പിലാണ് മെഷർ ചെയ്യുന്നത്. പിന്നെ അതിന് ഹാഫ് കേക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് അളവുകൾ പകുതി വയ്ക്കാൻ മതിയല്ലോ. അപ്പോൾ ഈ കപ്പിൻ്റെ നമുക്ക് ഈ ഹാൻഡിലിമായിട്ട് അളവുകൾ എഴുതിയിട്ടുണ്ട്. അത് ഓരോ കപ്പുകൾക്ക് അവർ ചിലപ്പോൾ ഉള്ളിലാവും, ചിലപ്പോൾ സൈഡിലാവും, അങ്ങനെ അളവുകൾ എഴുതും. അപ്പോൾ നിങ്ങൾക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ 250 ml കപ്പാണ്. അപ്പോൾ അങ്ങനെ മെഷറിംഗ് കപ്പുകൾ ഇതിന് നിർബന്ധമാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മളത് നോക്കി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടതാണിത്. പിന്നെ ഈ സ്പൂണുകൾ 1.5 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ, ഇതിങ്ങനെ 2 സൈഡിലും അളവ് വരുന്നതാണ്. ആ 2 ഭാഗത്തും ഇതിൽ അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കേക്കിൻ്റെ ബേക്കിങ്ങിൽ എടുത്തെടുത്ത് പറയാറുണ്ട്, ഒരു ടീസ്പൂണാണ് വേണ്ടത് ബേക്കിംഗ് പൗഡർ. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് അളവ് വരുന്നത്. പക്ഷെ ഇവിടെ ടേബിൾ സ്പൂൺ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തെറ്റിയിട്ട് എല്ലാവരും ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ കേട്ടോ, ഞാൻ അവരെ ഉദ്ദേശിക്കണേ. അപ്പോൾ അവർ ചിലപ്പോൾ അറിയാണ്ട് ഇത് ടീസ്പൂണാണെന്ന് കരുതിയിട്ട് എടുക്കും. അപ്പം അത് ആകെ ഫ്ലോപ്പാവും. ബേക്കിംഗ് പൗഡറിൻ്റെയൊക്കെ കുത്ത് ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അളവ് മാറാൻ പാടില്ല. ഇതാണ് അതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി നമ്മളൊന്ന് ജസ്റ്റ് അളവുകളൊക്കെ ഒന്ന് വായിക്കുക. അപ്പോൾ അത് ഇവിടെ ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പിന്നെ ഒരു സംഭവം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ പേപ്പർ മോൾഡ്. ഇത് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. ഇതൊരു 8 ഇഞ്ചിൻ്റെ ബൗളാണ്. നമുക്കൊരു 8 ഇഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കതിൽ 1 കിലോൻ്റെയും 1.5 കിലോൻ്റെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 1.5 കിലോൻ്റെ ഇത്തിരി ടഫായിരിക്കും. പക്ഷേ ബട്ടർ പേപ്പർ കുറച്ച് ഹൈറ്റിൽ വെച്ചാൽ മതി. 1 കിലോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ഈ ഒരു മോൾഡാണ് ഞാൻ ആദ്യം തന്നെ വാങ്ങിച്ചത്. അത് ആദ്യം തന്നെ വെച്ചാൽ ആദ്യം പോയിട്ട് ഇത് മേടിച്ചൊന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. മോൾഡുകൾ മേടിച്ചപ്പോൾ ഫസ്റ്റ് മേടിച്ചത് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേക്കിൻ്റെ ഐറ്റംസുകൾ മേടിക്കാൻ തയ്യാറായവരെ സംബന്ധിച്ച് കാണിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ കേക്ക് ഉണ്ടാക്കാൻ ബേസിക്കായിട്ട് ഈ 2 സംഭവം മതി. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു അടിക്കട്ടിയുള്ള പാത്രത്തിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബട്ടർ പേപ്പർ ഇതിന് അധികം തീരെ വിലയില്ല. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വിട്ടുകിട്ടാനൊക്കെ കിട്ടും. സൈഡൊക്കെ ക്രിസ്പി ആവാതിരിക്കാനൊക്കെ ബട്ടർ പേപ്പർ നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വയ്ക്കുക. പിന്നെ കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത്, നമ്മളൊരു വീഡിയോ കണ്ട് കേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ആ വീഡിയോ 2 വട്ടം ഇരുന്ന് കാണുക. അതിനുശേഷം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതേപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരും കേട്ടോ. ഇനി അടുത്തത് കുറച്ച് നോസിലുകൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ നോസിൽ ഇതിപ്പോൾ ഞാൻ ഒത്തിരി നോസിലൊന്നും എൻ്റെ ഒരുപാട് നോസിൽ കളക്ഷനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട ഡെക്കറേഷനുകളൊക്കെ ചെയ്യാനുള്ള നോസിലുകളിൽ ധാരാളം മതി. ഇതിൽ ഈ നോസിൽ ഞാൻ എടുത്തു പറയുകയാണ്, ഇത് റോസറ്റ് നോസിലാണ് 101-ൻ്റെ. ഈ ഒരു നോസിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കേക്കിനെ തുടക്കക്കാർക്ക് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നോസിൽ നമ്മൾ എന്തായാലും വാങ്ങിക്കുക. അതുപോലെ തന്നെയാണ് ഈ ലീഫ് നോസിൽ. ഇത് ലീഫ് നോസിലാണ്. അത് പല സൈസിൽ വലുപ്പത്തിലൊക്കെ കിട്ടും. അപ്പോൾ നോസിൽ 1-2 ഒക്കെ എനിക്ക് മേടിക്കാൻ താല്പര്യമുള്ളൂ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ 2 നോസിൽ എന്തായാലും മേടിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയിലൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. പിന്നെയൊക്കെ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് വരുമ്പോൾ കുറച്ച് ക്രീമൊക്കെ എടുത്തിട്ട് ഓരോ നോസിലൊക്കെ നമ്മളിങ്ങനെ കടയിൽ കാണുമ്പോൾ അന്ന് ഇതൊന്ന് മേടിച്ച് നോക്കിയാലെന്നൊക്കെ കരുതി മേടിക്കും. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് നോസിലുകളാണ് ഇതിരിക്കുന്നതൊക്കെ. പക്ഷെ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. ചെയ്ത് നോക്കണമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ആ നേരമാകുമ്പോൾ വേറെ ഓരോ തിരക്കാവുമ്പോൾ അത് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഇത്രയും നോസിൽ മേടിച്ചിട്ടില്ല. ഞാൻ കേക്കിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് നമ്മൾ ഓരോ കേക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഞാൻ കുറച്ച് കേക്കിൻ്റെ ഐറ്റംസുകൾ തന്നെ വാങ്ങിച്ച് അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒത്തിരി സാധനങ്ങളായത്. നമ്മൾ തുടക്കം തന്നെ എല്ലാം പോയിട്ട് മേടിക്കണില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ കുറച്ച് ഡെക്കറേഷൻ, ഇതൊക്കെ കുറച്ച് കട്ടേഴ്സാണ്, ഷേപ്പ് കട്ടറുകളാണ്. അപ്പോൾ ഇനിയുണ്ട്, ഞാനത് എല്ലാം കൂടി ഇതിൽ കാണിക്കുന്നില്ല, ചെറിയ രീതിയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇത് കുറച്ച് നോസിൽ സെറ്റ്. അതുപോലെ ഇത് നമുക്ക് മിക്സിംഗ് ബൗളുകളാണ്. ഇത് നമുക്ക് കേക്ക് ഷോപ്പിൽ തന്നെ കിട്ടും, മിക്സിംഗ് ബൗളുകൾ. അപ്പോൾ ഇത് നമ്മൾ കേക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് എടുത്ത് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ബൗളുകൾ ഉണ്ടായിരിക്കും, അത് ഡ്രൈ ആയിട്ട് എടുക്കാനൊക്കെ ശ്രമിക്കുക. പക്ഷെ നമ്മൾ വീട്ടിൽ പല ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുമല്ലോ, പച്ചക്കറി കഴുകാനും നോൺ വെജും ഒക്കെ അതിൽ ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന പാത്രങ്ങളായിരിക്കും. അപ്പം അതിൽ കേക്കിൻ്റെതും നമ്മളത് കൂട്ടി കുഴയ്ക്കാതിരിക്കുക, മാക്സിമം ശ്രമിക്കുക. നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അതുപോലെ തന്നെ കെയർ ചെയ്തിട്ട് വേണം ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഓരോരുത്തരും ഇതൊരു ഫുഡ് ഐറ്റം കൂടിയാണല്ലോ, അപ്പം അത്രയ്ക്ക് വൃത്തിയിൽ നമ്മൾ ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മിക്സിംഗ് ബൗളുകൾ പല സൈസിൽ കിട്ടും, കളറിൽ കിട്ടും, ചില്ലിൻ്റെ ഉണ്ടായിരിക്കും, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതായി. ഇനി ഇത് നമുക്ക് നൈഫാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് തുടക്കത്തിലേ മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഇത്ര ലോങ് ആയിട്ടുള്ളതുണ്ട്, ഇതിൻ്റെ ഷോർട്ട് ഉള്ളതുണ്ട്. ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെ ഒരു വാൾ ടൈപ്പാണ് കേട്ടോ വരുന്നത്, വാൾ ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നന്നായിരിക്കും. ഇത്തിരി ലോങ് ആയിട്ടുള്ളത് മേടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 കിലോൻ്റെ കേക്ക് അല്ലെങ്കിൽ 3 കിലോൻ്റെയൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ, സ്ക്വയറൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇത്തിരി ലോങ്ങിലിരിക്കുന്നതാണ് നല്ലത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതും കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒന്നേ മേടിച്ചിട്ടുള്ളൂ, ചെറുതും വലുതൊക്കെ ആയിട്ട് ഈ ഒരെണ്ണം തന്നെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് ഈ ബാലറ്റ് നൈഫുകളാണ്. ക്രീം കേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവരുടെ ഒരു വലിയൊരു പണിയായതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതിനെ. അപ്പോൾ ഇത് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാനായിട്ടാണ് എടുക്കുക. ഇനി ഇത് ഇല്ലെങ്കിലും നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്പാച്ചില വെച്ചിട്ടൊക്കെ ക്രീം ചെയ്യാം. ഞാൻ തുടക്കത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കേക്കിൽ ക്രീമൊക്കെ വെച്ചിരുന്നത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഒന്ന് റണ്ണിങ് ആയതിന് ശേഷം പതുക്കെ മേടിക്കാവുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് ബാലറ്റ് നൈഫാണ്. ഇതിൻ്റെ പല സൈസിലുള്ളതാണിത്, പല ഷേപ്പും ഉണ്ട്, സൈസുണ്ട്. ഇതൊരു ചെറിയ കൂർത്ത പോലത്തെ ഒരു സംഭവമാണ് ഇത്. നമുക്ക് ഈ 1/2 kg കേക്കൊക്കെ വരില്ലേ, അപ്പോൾ നമുക്ക് ഇത്രയും വലുതുകൊണ്ട് ചെയ്യണ്ട. അപ്പോൾ ഇത് ചെറുതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനൊരു ഏനം കിട്ടും. അപ്പോൾ നമുക്കൊരു ചെയ്യാനുള്ള സുഖം കൊണ്ടൊക്കെയാണ് നമ്മളതിന് മേടിക്കുന്നത്. ആദ്യം എൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് വെച്ച് തന്നെ ഞാൻ എല്ലാം ചെയ്തിരുന്നു. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഫീൽഡിൽ നമുക്ക് ഇഷ്ടമുള്ളത് കാണുമ്പോൾ മേടിക്കാനുള്ളൊരു ജ്വരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് വരുമാനം വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങിച്ച് അതിങ്ങനെ വിപുലമാക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് ബ്രഷും സ്പാച്ചുലയും പിന്നെ ഒരു മിക്സറാണ്. മറ്റേ ഇതിൻ്റെ ഒന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല സത്യത്തിൽ, എന്നാലും നമ്മളിത് തന്നെ എടുത്തു വെച്ചെന്ന് മാത്രം. പിന്നെ സ്പാച്ചുല ഞാൻ ഇതിപ്പോൾ ഒത്തിരി ആയി ഉപയോഗിക്കുന്നു. സ്പാച്ചുല എന്തായാലും വേണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് നല്ല ഫ്ലെക്സിബിളാണ് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കേക്കിൻ്റെ ഈ ബൗളിൽ നിന്നൊക്കെ ഈ ബാറ്റർ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഓയിൽ ബ്രഷൊക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളിത് ഓരോന്നിങ്ങനെ മേടിച്ച് കളക്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൽ പെട്ടതാണ് ഈ ഓയിൽ ബ്രഷൊക്കെ കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഈ മരത്തിൻ്റെ ചട്ടകല്ല് അതുകൊണ്ടൊക്കെ ഇനിയാണ് ചെയ്തിരുന്നത്. പിന്നെയാണ് സ്പാച്ചില മേടിച്ചപ്പോൾ ശരിയാണ്, സ്പാച്ചിലയ്ക്ക് നല്ല ഉപയോഗം ഉണ്ടെന്ന് മനസ്സിലായി. അതിങ്ങനെ ശരിക്കും നമുക്ക് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും. അത് മനസ്സിലായപ്പോഴാണ് പിന്നെ ശരി അന്ന് സ്പാച്ചില തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതായി. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടറുകളാണ്, ഈ ഓരോ ഫോണ്ടൻ്റ് കട്ടേഴ്സാണ്. ഞാൻ അതിങ്ങനെ എടുത്ത് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ പല ഷേപ്പിൻ്റെ കട്ടേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. ഇത് ഈ ക്ലൗഡ്സിൻ്റെ ഷേപ്പിലൊക്കെ വരുന്ന കട്ടേഴ്സുകളാണ്. നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഫോണ്ടൻ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വരില്ലേ, അപ്പോൾ നമുക്ക് പേരെഴുതണമെങ്കിൽ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഈ ആകാശത്തിൻ്റെ തീമൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എടുക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതെടുക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റർ, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഗ്രേറ്റർ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇപ്പോൾ ഈ ക്യാബേജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗ്രേറ്റ് ചെയ്യലുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതുപോലെ എടുത്ത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നുള്ളൂ. പിന്നെ
ഇത് കുറച്ച് സ്ക്രേപ്പേഴ്സാണ്. ഇതാ കേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ആദ്യം ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന സംഭവമാണ് അവർക്കിത്. ഇനി ഇതിൻ്റെ എഡ്ജ് വി ഷേപ്പ് ഉള്ളതുണ്ട്, ഞാനത് എടുക്കാൻ വിട്ടുപോയി. എഡ്ജ് വി ഷേപ്പ് വരുന്ന സ്ക്രേപ്പർ ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷേപ്പും കിട്ടും, ഒരു ഡിസൈനും കിട്ടും, എന്നാൽ സൈഡൊക്കെ വൃത്തിയായും കിട്ടും. അപ്പം അങ്ങനത്തെ സ്ക്രൈപ്പറും വരുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് കേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് പിടിച്ചാൽ മതി. അപ്പോൾ തന്നെ ഒരുവിധം ഫിനിഷ് ആയി കിട്ടിക്കോളും. അതായത് ഞാനൊക്കെ ബാലറ്റ് നൈഫ് കൊണ്ട് തന്നെയാണ് ഫിനിഷ് ചെയ്യാറ്. അതല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, എളുപ്പത്തിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കുറച്ച് നെയിം കട്ടേഴ്സാണ്, സ്പെല്ലിങ്ങുകളൊക്കെ വരുന്നത് കണ്ടോ. നമുക്ക് ഫോണ്ടന്റിൽ കട്ട് ചെയ്തെടുക്കാവുന്ന കുറച്ച് സ്പെല്ലിങ്ങുകളൊക്കെ കട്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ മാതിരി കേക്കിൽ എഴുതൽ കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഉപയോഗമുണ്ട് കേട്ടോ. നമുക്ക് സെയിൽ ചെയ്യുന്ന കാര്യം കൊണ്ട് തന്നെ നമുക്കിത് വളരെയധികം ഉപയോഗമുണ്ട്. ഇത്തിരി ഫിനിഷിങ്ങിലൊക്കെ വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിന് അത്യാവശ്യം കുറച്ച് വിലയുണ്ട്. പിന്നെ നമ്മളിത് ഒരു തവണയല്ലേ മേടിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റേറ്റ് നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മൾ സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് മേടിച്ചതാണ്. ഇതൊക്കെ ബിഗിനേഴ്സിന് ഒരാവശ്യമില്ല. അവരൊന്ന് റണ്ണിങ് ആയി കഴിഞ്ഞിട്ട് അവർക്ക് സെയിൽ ചെയ്യുന്ന ലെവലിലേക്ക് എത്തി കഴിഞ്ഞിട്ടൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി കേട്ടോ. ഞാനതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇത് വേവിക്കണമല്ലോ, നമുക്ക് സ്പോഞ്ച് വേവിക്കണ്ടേ, അതിന് വേണ്ട ഒരു പാത്രമാണ്. അപ്പോൾ എനിക്ക് ഓവനില്ല, ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഓവനിപ്പോൾ മേടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ചെയ്തിട്ടാണ് ഇത്രയും കേക്കുകളൊക്കെ സെയിൽ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കൊരു ഓവൻ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതെന്തായാലും അധികം വൈകാണ്ട് തന്നെ നോക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ പാത്രത്തിലാണ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല അടികട്ടിയുള്ള കേക്ക് ബേക്ക് ചെയ്യാൻ മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇനി പലർക്കും ബിരിയാണി പോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യാവുന്നതാണ്. എയർ അധികം കടക്കാണ്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ചെയ്യുക, അടികട്ടിയായിട്ടുള്ള പാത്രത്തിൽ ചെയ്യുക. ഞാൻ ആ പാത്രത്തിൽ എൻ്റെ വീഡിയോസ് കണ്ടാലും അറിയാം, ഞാൻ ഉപ്പോ മണലോ അങ്ങനെ ഒന്നും ഇടുന്നില്ല. അതിപ്പോൾ എല്ലാവർക്കും ഒരുവിധം അറിയാം കേട്ടോ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു റിങ് വെച്ചിട്ട് അതിലാണ് മോൾഡ് വെച്ചിട്ട് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല സ്പോഞ്ച് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാത്രം കൂടി ഞാൻ പാത്രം ഇതിലെടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ആ പാത്രം കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പിന്നെ മറന്നുപോയി, നമ്മുടെ ടേൺ ടേബിൾ. എൻ്റെ ടേൺ ടേബിൾ ഇത്തിരി പഴതായിട്ടാണ്. ഞാൻ ഒറ്റ തവണ ഇനി ഇത് മേടിച്ചിട്ടുള്ളൂ. ഇതിനി ഒന്ന് പെയിൻറ് ചെയ്യണം. അത് ഈ ഒരു കോട്ടിംഗ് ഒക്കെ പൊളിഞ്ഞു വന്നു തുടങ്ങി. ഇത് നല്ല സ്മൂത്താണ്. ഇത്രയും സ്മൂത്തിൽ തിരിയണ ടേൺ ടേബിൾ ആണെങ്കിൽ നമുക്ക് നല്ലതാണ്. ഇത്തിരി എന്താ പറയുക, പിടുത്തത്തിൽ തിരിയാൻ ഇത്തിരി അമരൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നല്ല സ്മൂത്തായിട്ട് തിരിയും. അപ്പോൾ ഇതിന് ഒരു 800-850 രൂപയാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതങ്ങനെ മേടിച്ചു. ഇതെനിക്ക് നല്ല ഉപയോഗമായിരുന്നു. ഫസ്റ്റ് ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ടേൺ ടേബിൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി കിണ്ണൊക്കെ പരത്തി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് ഇവിടെ എനിക്ക് ഊണ് മേശന്നെ ഒരു ചെറിയ ടേൺ ടേബിൾ ഉണ്ട്, ഇത് തിരിയുന്നൊരിതുണ്ട്. അതുമ്മയൊക്കെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് പ്രാക്ടിക്കലല്ലോ. ഞാൻ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന പോലെ പറയാണ്, കിണ്ണത്തുമ്മയൊക്കെ വെച്ചിട്ടൊക്കെയാണ്, പരന്നൊരു ഭാഗത്തൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡ് കാണില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. എന്നാൽ കൂടിയും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള കേക്ക് ഉണ്ടാക്കാനൊക്കെ അത് മതിയായിരുന്നു. ടേൺ ടേബിളൊക്കെ അത് കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. അതുവരെ ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിന് നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ, വീട്ടിൽ കേക്കൊന്ന് ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ എന്ന് കരുതി ഉണ്ടാക്കുന്നവർക്ക് അളവ് കപ്പും ബീറ്ററും ഉണ്ടായാൽ തന്നെ ധാരാളമായി. വേറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരൊക്കെ കരുകൂടി സാധനങ്ങൾ കുറേ ഉണ്ട്. കേക്കിന് ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അതെല്ലാതും മേടിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല ഒരു നല്ലൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ക്രീം സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോരോ വീഡിയോസിലായിട്ട് ഇനി പറയാം. ഏത് ക്രീമാണ്, ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിലും ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ ഞാനതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉൾപ്പെടുത്താം. ഇതിപ്പോൾ ചെറുതായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് മേടിക്കേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്.
നിങ്ങൾക്ക് വീഡിയോ ഇത്തിരിയെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അധികം നീണ്ടു പോവാണ്ട് തന്നെ അടുത്തൊരു വീഡിയോ ഇടാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.